Dear students, this is our second video on Thinking Sociologically second portion on the Sociological method. We have in class two Pandithanmare, two scholars, Bhumanam, W.C. Mills. Okay, if we start with Mills' concept. The Mills concept of abstracted empiricism persists that empirical studies mostly follows a set of pattern of collecting data with conventional style of collecting them, which then are codified. This is much accepted style which is ritualistically adopted by almost everyone. The set rule of collecting data, analyzing them, codifying, scaling, above all the manners which these data are manipulated is done an unquestioningly set of pattern. For example, most studies involving the collection and analysis of public opinion. ഇതിൽ പറയുന്ന ഒന്നുമില്ല മിൽസിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് കിട്ടാനായിട്ട് കളക്ഷൻ ഓഫ് ഡേറ്റ പിന്നെ അതിനെ പുള്ളിയുടെ ഇതിൽ സ്കാൻ ചെയ്ത് കോഡിഫൈ ചെയ്ത് സെറ്റ് ഓഫ് പാറ്റേൺ ആക്കിയെടുക്കും. ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്നാണ്, പബ്ലിക് ഒപ്പീനിയനിൽ നിന്നാണ്. Look into the aspects of how the public opinion are mapped and collect as data. But they ignore the process of getting the data or process by which the public opinion is formed. There is also an effort to mislead what is to be studied in the whole game of methods. നമ്മൾ ഏതൊരു കാര്യം എടുത്താലും അതിൽ മറ്റൊരു മിസ്ലീഡിങ് എഫക്റ്റും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. There is also an effort to mislead what is to be studied in the whole game of methods. However, Mill's work is limited by being confident in the United States. പുള്ളി പരീക്ഷിച്ചതും പഠിച്ചതുമെല്ലാം യു എസിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യു എസിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. പുള്ളിയുടെ സ്റ്റഡീസും അവസാനിച്ചത് അവിടെ തന്നെ ഒതുങ്ങിക്കൂടി, മറ്റൊരു തലത്തിലേക്ക് അത് എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ്. His work attributes a certain character to the public that may be true only for an American and remaining Western centric. The centric key problem like class consciousness, false consciousness of conception of states. ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബോധം, നമുക്ക് നമ്മളിലുള്ള ഒരു ബോധം of statute of class have not been translated adding to a problem of studying generalization issue rather than looking into a specific area of studies. നമ്മുടെ ഒരു ഉത്ബോധം അത് നല്ല രീതിയിലുള്ളതാവാം, കൺസെപ്റ്റ് ഓഫ് ഒരു സ്റ്റാറ്റ്യൂട്ടിനെ വിശ്വസിച്ചുള്ള ബോധമാവാം, പലതരത്തിലുള്ള ക്ലാസ് അതിനെ സംബന്ധിച്ചുള്ള ബോധമാവാം. ദ പ്രോബ്ലം ഈസ് ദാറ്റ് സ്റ്റഡിങ് ജനറലൈസേഷൻ ഇഷ്യൂ ദാദർ ദാൻ ലുക്കിംഗ് ഇൻ ടു ദ സ്പെസിഫിക് ഏരിയ ഓഫ് സ്റ്റഡി. ഇത് ജനറലായിട്ട് നോക്കുന്നതേ ഉള്ളൂ, സ്പെസിഫിക് ഏരിയ എടുത്തവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദസ് ദ സോഷ്യോളജി ഹാസ് ക്രിയേറ്റഡ് എ റിപ്രിയോട്രിക് ഓഫ് കൺസെപ്റ്റ് ആൻഡ് മെത്തേഡ് ദാറ്റ് റിമെയിൻ റീജിയണൽ ആൻഡ് പ്രിക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടയുക. അതിന് ഒരു ന്യൂ ജനറലൈസേഷനിൽ നിന്നും അത് തടയപ്പെട്ടു എന്നുള്ളതാണ്, എസ്പെഷ്യലി നോൺ വെസ്റ്റേൺ സൊസൈറ്റി. മിൽസിൻ്റെ ഒരു കാഴ്ചപ്പാട് കണ്ടെത്തൽ പുള്ളിയുടെ സ്റ്റഡീസും സൊസൈറ്റിയും അമേരിക്കയും ആ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ നിന്നതല്ലാണ്ട് മറ്റൊരാളും അല്ലെങ്കിൽ അതിന് പുറമേ ഉള്ള ഒരാളും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കോഡിഫിക്കേഷൻ, സ്കാനിങ്, ആ സെറ്റ് ഓഫ് പാറ്റേൺ അങ്ങനെയുള്ളത്. The studies of World War II will discuss the describe such a procession does not include the origin and causes. The studies of World War II will discuss and describe the social process that does not അതിൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പഠനത്തിൽ ഡിസ്കസ് ചെയ്ത സോഷ്യൽ പ്രോസസ്സാണ്. അതിലെന്ത് പറഞ്ഞിട്ടില്ല, ഒറിജിൻ ആൻഡ് കാസസ്, എങ്ങനെയാണത് ഉത്ഭവിച്ചത്, അതിൻ്റെതായ രീതി അല്ലെങ്കിൽ അതിന് ഉണ്ടായ ഒരു കാസ് എന്താണെന്നുള്ളതിനെ പറ്റി വ്യക്തമായ നിലപാടുകൾ പറഞ്ഞിട്ടില്ല. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ് ഈസ് ടു ബി അബ്സ്ട്രാക്റ്റഡ് ഇംപെറിക്കൽ സ്റ്റൈൽ. അബ്സ്ട്രാക്റ്റഡ് ഇംപെറിക്കൽ സ്റ്റൈലിലായിട്ടാണ് ഇത്. അതിൻ്റെ കറക്റ്റ് മലയാളം അർത്ഥം എന്ന് പറയുന്നത് അമൂർത്തമായ അനുഭവം, അതാണ് അബ്സ്ട്രാക്റ്റഡ് ഇംപെറിക്കൽ സ്റ്റൈൽ. ഓക്കെ, what is an important in that in abstract empirical science, what is needed to be studied has not been given consideration. എന്താണോ പഠിക്കേണ്ടത് അതിനൊരു പ്രത്യേകമായ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ദ എംബസൈസ് ഹാസ് ബീൻ ഓൺ മെത്തേഡ് റാദർ ദാൻ കണ്ടന്റ് ഓഫ് സ്റ്റഡി. മെത്തേഡ് ഓഫ് കണ്ടന്റ് ഓഫ് സ്റ്റഡി വിച്ച് എംബസൈസ്, മൂല്യം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റായി കാണിക്കപ്പെട്ട നോട്ട് ഹാസ് ബീൻ ഓൺ മെത്തേഡ് റാദർ ദാൻ content of study.
അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അതിൻ്റെ ഒരു സ്റ്റഡി കണ്ടൻറ്റ് ഓർ ഓൾസോ ഇറ്റ് റെലവൻസ് ഫോർ ദ ബീയിങ് സ്റ്റഡീഡ്, അത് പഠിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാനും ഉള്ളതിനൊരു ഇമ്പോർട്ടൻസ് കൺസിഡറേഷൻ കൊടുത്തിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. The abstracted emphasis is more concerned with the philosophy of science. തത്വം, സയൻസിൻ്റെ ഒരു തത്വത്തിനെ പറ്റിയും ദ സയൻറ്റിഫിക് മെത്തേഡ്, ആ ഒരു രീതി, റാദർ ദാൻ വാട്ട് ഹീ സ്റ്റഡീഡ് ഈസ് ഓൾ അബൌട്ട്. എന്തിനു പകരം എന്താണ് ആ പുള്ളിക്കാരൻ്റെ പഠിത്തത്തിലൂടെ ഇതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളത്. Thus the sociologist who should be concerned with the society, yes, the sociologist who should be concerned with the society, അദ്ദേഹം സൊസൈറ്റിയെ പറ്റി അറിഞ്ഞിരിക്കണം. ഒരു സോഷ്യോളജിസ്റ്റ് should have the concern and its issue become more involved with the method to be used and what can be studied by the methods. In the other words, the method became limitations. നമ്മൾ പഠിക്കേണ്ട മെത്തേഡ്, ദസ് ദ സോഷ്യോളജിസ്റ്റ് who should be concerned with the society and it is issue because issues becomes more involved with the method to be used. ഏത് മെത്തേഡാണോ സ്വീകരിച്ചിരിക്കുന്നത് അതുമായി നമ്മൾ അതിന് നമ്മൾ ഫോളോ ചെയ്യണം. ആൻഡ് വാട്ട് ക്യാൻ ബി സ്റ്റഡീഡ് ബൈ ദ മെത്തേഡ്. ഇൻ അതർ വേർഡ്, മെത്തേഡ് ബിക്കം ലിമിറ്റേഷൻസ്. മറ്റൊരു തലത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ ആ മെത്തേഡിൽ തന്നെ നിൽക്കും. ആ ഒരു മെത്തേഡ് ഒരു ലിമിറ്റേഷൻസ് ആണ്, അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് ആൻ effort to extend the sociological method to other field. Expert in methods are not only the specialists in social philosophy but also try to further the specialization within the social science through methodological inhibition. മെത്തഡോളജിക്കൽ, രീതിശാസ്ത്രപരമായ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രപരമായ ഒരു പഠനം. ഓക്കെ, method of inhibition which is in accordance with the institute where the method is put into a practice. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതിനെ കാണണം. പോൾ എഫ് ലെസഫെൽഡ് has explained how abstracted empiricism, അമൂർത്തമായ അനുഭവം, how abstracted empiricism can be used as a style of work and regard the sociologist as a methodologist of all social science. ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ച് പൗൾ എഫ് ലോറൻസ്ഫീൽഡ് പറഞ്ഞിരിക്കുന്നത് സോഷ്യോളജിസ്റ്റ് ആസ് എ മെത്തഡോളജിസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ സയൻസ്. ഒരു സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന രീതിശാസ്ത്രപരമായ ഒരു രീതിശാസ്ത്രജ്ഞനാണ് എല്ലാ സാമൂഹിക പഠനങ്ങളിലും, സയൻസിലും. Thus empiricism became the hallmark of sociology as compared to the philosophy or epistemology. Epistemology എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രം, ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വം. Thus the empiricism as I said, ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്ന രീതിശാസ്ത്രത്തിനെയും തത്വശാസ്ത്രത്തിനെയും കമ്പയർഡ് ടു ബി, അതിന് ഈ ഇംപിരിസിസത്തിനെയാണ് ഒരു ഇമ്പോർട്ടൻസ്, ഒരു ഹോൾമാർക്ക് കൊടുത്തത്, നമുക്കൊരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ പറ്റിയത്. റാദർ ദാൻ തിങ്കിങ് അബൌട്ട് വൈ തിങ്സ് ഹാപ്പൻ, സോഷ്യോളജി ഈസ് ട്രൈങ് ടു ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ഹൗ ഈസ് ഹാപ്പനിങ്. Okay, the sociology use its experts to talk about the particular topic by the use of the sociological method and thus convert knowledge into empirical language. ഒരു എംപിറിക്കൽ അനുഭവവേദ്യമായ ഒരു ഭാഷയിലോട്ട് ഈ സോഷ്യോളജിക്കൽ എക്സ്പേർട്സ് ലൈക്ക് പർട്ടിക്കുലർ ടോപ്പിക്, ഏതൊരു ടോപ്പിക്കിനെയും അങ്ങനെ ഒരു സോഷ്യോളജിക്കൽ മെത്തേഡിലൂടെ ഒരു എംപിറിക്കൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ദിസ് ഈസ് ഡൺ ബൈ മൂവിങ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐഡിയാസ് ടു കോൺസെൻട്രേറ്റ് ബിഹേവിയർ ഓഫ് എ പീപ്പിൾ. Concrete the behavior of a people. History of institution and ideas to concrete the behavior of a people. ഹിസ്റ്ററി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം നമ്മുടെ ചരിത്രപരമായ ഒരു വളർച്ച, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐഡിയാസ്, അതിന് ഒരു പീപ്പിളിൻ്റെ ഒരു കോൺക്രീറ്റ്, എങ്ങനെയാണോ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മെനഞ്ഞെടുക്കുന്ന, ഒരു സമൂഹത്തെ മെനഞ്ഞെടുക്കുന്നത് എന്നുള്ളത്. ഇറ്റ് ഈസ് ആൾസോ ഡൺ ഇൻ ദ ടേം ഓഫ് റിലേറ്റിംഗ് ദ സ്റ്റഡി ഓഫ് അതർ ഏരിയ. Another approach is to study certain social situations which are repeated, and lastly to give emphasis to contemporary social events. Contemporary, സമകാലികമായ
ഈവൻസ്. നമ്മുടെ ഈ ഒരു സോഷ്യോളജി മെത്തേഡ് നമുക്ക് എല്ലാ രീതിയിലുള്ള പഠനങ്ങളും സ്റ്റഡീസും നമ്മുടെ സൊസൈറ്റി വേണ്ട ഡിഫറൻസും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു പണ്ഡിതനായ ഇമിലി ഡുക്കിൻസ് ഇൻ ഹിസ് ക്ലാസിക് വർക്ക് ദ റൂൾ ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് ഹാഡ് said the social fact should be explained by other social facts, thus putting the psychological and philosophical as a beyond the scope of sociological method. ഇമിലി ഡുക്കിൻസൺ അദ്ദേഹത്തിൻ്റെ വർക്കിൽ പറഞ്ഞത് the rule of sociological method had said that the social fact should be explained by other social facts, that's putting the psychological and philosophical as beyond the scope of sociological method. Thus, the sociology remains empirical. ഇതെല്ലാം കൊണ്ടായാലും ഒരു അനുഭവയോഗ്യം കൊണ്ട് സോഷ്യോളജിക്കൽ അവിടെ നിൽപ്പുണ്ടോ? ടൈ ടു സ്പെസിഫൈ ദ സിറ്റുവേഷൻ, നമ്മുടെ ആ ഒരു സാഹചര്യം, ആൻഡ് ലാർജ്ലി പ്രിക്ലൂഡിങ് ദ ജനറലൈസേഷൻ, തടയുക ആ ഒരു വന്ന വ്യത്യാസത്തെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഭ്രാന്തമായ വിശ്വാസത്തിൽ തടയുക. അബ്സ്ട്രാക്റ്റഡ് എംപിരിസിസം ട്രൈ ടു ഓവർകം ദ ഇഷ്യൂ ഓഫ് ടു മച്ച് സ്പെസിഫിക്കലി ആൻഡ് ലീഡ് എ മോർ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ ഓഫ് ടു സൊസൈറ്റി. ഓക്കെ, സമ്മറി ഇതിനെ ഷോർട്ടാക്കി പറയുവാണെങ്കിൽ, നമ്മുടെ ഡേ ടു ഡേ ഡെയിലി ലൈഫിൽ എങ്ങനെ നമ്മുടെ സോഷ്യോളജി ലിങ്ക് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അതിലോട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ പണ്ഡിതന്മാർ സ്കോളേഴ്സ് നൽകിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അവരുടെ രീതികൾ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അവരെങ്ങനെയാണ് സമൂഹത്തിനെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ സൊസൈറ്റിയെ അവർ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരൊരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തി എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് അതിലോട്ട് പോകണം. സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ്, ഇവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇവർ കണ്ടെത്തിയത് വെച്ചുള്ള എത്രത്തോളം അക്കോർഡിംഗ് ടു അസ് വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സോഷ്യോളജിസ്റ്റ് എന്ന നിലയ്ക്കും ഒരു സോഷ്യൽ ഹ്യൂമൻ എന്ന നിലയ്ക്കും നമുക്കുണ്ട് ബന്ധം. അതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.